നമസ്കാരം. ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഫലത്തിനോടനുബന്ധിച്ച് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളുടെയും ഒരു പ്രാദേശിക അവലോകനം ആനന്ദ് ടിവിയിലൂടെ. ഇന്ന് നമ്മൾ തിരുവനന്തപുരം മണ്ഡലം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ എന്നിവരായിരുന്നു ജനവിധി തേടിയ നേതാക്കൾ. 2009 മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ അംഗവും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ് ശശി തരൂർ MP. ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറലായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കോഫി അന്നന് ശേഷം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഭാരത സർക്കാരിന്റെ പിന്തുണയോടെ മത്സരിച്ചെങ്കിലും അനൗദ്യോഗികമായി വോട്ടെടുപ്പുകൾക്ക് ശേഷം വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ മത്സരത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി. എഴുത്തുകാരനും പത്രപ്രവർത്തകനും മികച്ച ഒരു പ്രസംഗകനും കൂടിയാണ് തരൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിർമ്മല സീതാരാമൻ, നടി ശോഭന മുതൽ കുമ്മനം രാജശേഖരൻ വരെ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് BJPയിൽ നിന്നും ഉയർന്നുകേട്ടത് നിരവധി ആളുകളുടെ പേരുകളായിരുന്നു. ഒടുവിൽ നറുക്കു വീണതാകട്ടെ രാജീവ് ചന്ദ്രശേഖരനും. നിലവിൽ കേന്ദ്രമന്ത്രിയാണെങ്കിലും ആദ്യമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് MK ചന്ദ്രശേഖർ ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമാൻഡർ ആയിരുന്നു. നൈപുണ്യ വികസന സംരംഭകത്വം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമാണ്. BJPയുടെ ദേശീയ വക്താവായും NDAയുടെ കേരള ഘടകം വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 15-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. 1979 മുതൽ 82 വരെ AIYF സംസ്ഥാന പ്രസിഡന്റായിരുന്നു. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി യുവാക്കളെ സംഘടിപ്പിച്ച് സമരം നടത്തി ശ്രദ്ധേയനായി. 1982 മുതൽ 86 വരെ CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് ചെറുപ്പക്കാർ മുടി വളർത്തിയാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി മുടി മുറിപ്പിക്കുമായിരുന്നു. തന്റെ നാട്ടിലെ പോലീസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ മുടി നീട്ടി വളർത്താൻ തുടങ്ങിയത് ഇന്നും തുടരുന്നു. രാജ്യം ഉറ്റുനോക്കുന്ന ത്രികോണ പോരാട്ടമാണ് തിരുവനന്തപുരത്തേത്. 3 മുന്നണികൾക്കും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിച്ചായിരുന്നു ഇത്തവണത്തെ പോരാട്ടം. മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് NDAയും LDFും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും അങ്ങനെയൊന്നില്ലെന്നാണ് UDFന്റെ ഭാഷ്യം. വോട്ടർമാരുടെ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടോ അതോ മാറ്റമില്ലാതെ തുടരുമോ? എന്താണ് തിരുവനന്തപുരം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ജൂൺ 4-ന് അറിയാം.